വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് തിങ്കളാഴ്ച, ഏപ്രിൽ 27. അതിൻ്റെ പേര് മോഹിനി ഏകാദശി എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തിനും ഇത് എത്രയോ ഇരട്ടി ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഏകാദശി എന്തായാലും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി തന്നെ നമ്മളെല്ലാവരും ആചരിക്കണം. ഇനി ഏകാദശി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അതറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ മോഹിനി ഏകാദശി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മോഹിനിയുടെ കഥ അറിയാമല്ലോ. അസുരന്മാർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് അമൃത് കിട്ടി, പക്ഷേ കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്കത് അനുഭവിക്കാൻ പറ്റിയോ? ഒന്നുമില്ല. കാരണം എന്താ? ആ മോഹിനി എന്ന് പറയുന്ന ആ സുന്ദരിക്കുട്ടിയെ കണ്ടപ്പോഴത്തേക്കും പരവശരായി അവരെല്ലാവരും. അതുകൊണ്ട് അവരുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് അവർ മാറി. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അസുരന്മാരായിട്ട് തന്നെ ജീവിക്കേണ്ടി വന്നു. ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു പാഠവും കൂടിയാണ്. കാരണം നമ്മൾ പലരും വിചാരിക്കും, ശരിയാണ്, ഞാനിപ്പോൾ ആത്മനിഷ്ഠരാണ്, അല്ലെങ്കിൽ ഞാൻ ആധ്യാത്മിക പാതയിലാണ്, ഞാൻ വ്രതം എടുക്കുന്നുണ്ട്, ഏകാദശി നോക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, നാമജപം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്ധകരണ ശുദ്ധിക്കും അതേപോലെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹിക്കുന്നുമില്ല, എന്നാലും നിയന്ത്രിക്കാനുമൊക്കെയുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ കാണണം. അതല്ലാതെ പലരും പറയുന്നത് കേൾക്കാറില്ലേ, എന്തോരം അമ്പലത്തിൽ പോകുന്നത്, എത്ര വർഷമായിട്ട് അവർ അമ്പലത്തിൽ പോകുന്നത്, എന്തെങ്കിലും ഒരു മാറ്റം അവർക്ക് വരുന്നുണ്ടോ? അവരവരുടെ മക്കൾക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ നാടിനോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന്? കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം, പരിവർത്തനമുണ്ടാകണം. നമ്മളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും എല്ലാം ആ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമുക്ക് മുന്നേറണം, ആധ്യാത്മിക പാതയിൽ മുന്നേറണം. കൂടുതലൊന്നും വേണ്ട, നമുക്ക് ആ ഭഗവത് പാദത്തിലെത്തണം എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കും. ഇതുപോലെയുള്ള വ്രതത്തോടു കൂടി നമ്മളുടെ ദുഷ്കർമ്മങ്ങളുടെ ശക്തിയെല്ലാം ക്ഷയിക്കുകയും സൽക്കർമ്മങ്ങൾ കൂടിക്കൂടിയും വരികയും ചെയ്യുമ്പോൾ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് വരുമില്ലേ, ആ സമയത്ത് നമ്മൾ കൂടുതൽ നമ്മളുടെ സൽക്കർമ്മങ്ങളൊക്കെ കൂടുതൽ വരികയും പുണ്യകർമ്മങ്ങൾ വരികയും അങ്ങനെ നമ്മൾ ആ ഭഗവാനിൽ ലയിക്കുകയും ചെയ്യും. നമുക്ക് അതാവട്ടെ നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ മോഹിനി ഏകാദശി അസുരന്മാരുടെയും മോഹിനിയുടെയൊക്കെ കാര്യമോർക്ക് നന്നായിട്ട് നമ്മൾ അനുഷ്ഠിക്കുക. നമുക്ക് എല്ലാവിധ അനുഗ്രഹവും തീർച്ചയായിട്ടും ഉണ്ടാകും. ഭഗവാൻ നമ്മളെ സഹായിക്കാനായിട്ട് എപ്പോഴും ഉണ്ടാകും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.